ഹായ്. അപ്പം ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു വന്ദേ ഭാരത് ട്രെയിൻ ജേർണിയാണ്. അപ്പം നമ്മുടെ തിരുവനന്തപുരം മംഗലാപുരം ട്രെയിൻ ജേർണിയാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുന്നത്. അപ്പം നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 4:55 ട്രെയിനിൻ്റെ ടൈം വരുന്നത്. ഈവനിംഗ് ആണ് നമ്മുടെ വന്ദേ ഭാരത് ബുക്ക് ചെയ്തത്. അപ്പം നമ്മൾ കൊല്ലത്തെത്തിയിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് കൊല്ലം ടു കണ്ണൂർ വന്ദേ ഭാരത് ട്രെയിൻ ജേർണിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാം ഞാൻ. അപ്പം നമ്മുടെ കോച്ച് പൊസിഷനൊക്കെ നമ്മൾ നോക്കി. ഇതാണ് കോച്ച് C1, C2, C3, C4, C5, C6, C7 കമ്പാർട്ട്മെൻറ്റ്സ് ഇവിടെ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൊല്ലം സ്റ്റേഷൻ ടൈമിന് തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പം ട്രെയിൻ ഒരു 5 മിനിറ്റ് ഡിലേ ആണെന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മളിപ്പോൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ്. ഓറഞ്ച് കളറിലെ ട്രെയിനാണ് ഇപ്പോൾ വന്ദേ ഭാരതിന് ഇപ്പോൾ ഉള്ളത്. ബ്ലൂ മോർണിംഗ് ടൈമിലാണ് ഓടുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ്. ശരിക്കും ഒരു അത്ഭുതപ്പെടുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്കുള്ളത്. കയറുന്നു, അവിടെ തന്നെ കുറേ ബോട്ടിലും വാട്ടറൊക്കെ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഡോറാണ്. ഈ ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും. നമുക്ക് ആ പച്ച ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഡോർ ഓപ്പണായി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പഴയ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഡോറ് ഓപ്പണായി നമ്മൾ കമ്പാർട്ട്മെൻറ്റിനുള്ളിലേക്ക് കയറി. ശരിക്കും ഒരു ലക്ഷറി ഒരു ഇതിൻ്റെ ഫീൽ തന്നെയാണുള്ളത്. നമ്മളൊരു ഫ്ലൈറ്റിനകത്തൊക്കെ കയറുന്ന ഒരു സെയിം ഫീൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. 3-2 സീറ്റാണ്. നമ്മൾ 1 സൈഡ് 3 അതേഴ്സ് 2 സൈഡ് സീറ്റ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സീറ്റ് നോക്കി നമ്മൾ ബുക്ക് ചെയ്ത് നമ്മൾ സീറ്റ് ചെല്ലുമ്പോൾ തന്നെ സീറ്റിലൊരു ന്യൂസ് പേപ്പറും കാര്യങ്ങളും ഒരു ബോട്ടിൽ വാട്ടറൊക്കെ തന്നെ അവർ തന്നു. പിന്നെ അപ്പോൾ ട്രെയിൻ പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് സീറ്റ് കിട്ടിയത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സീറ്റ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഡയറക്റ്റ് എന്താ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പം നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഞാൻ നിങ്ങളെ ഇതിൻ്റെ ഇടയ്ക്ക് കയറി കഴിയുമ്പോൾ അതിൻ്റെ ഫുഡും വിശേഷങ്ങളൊക്കെ പരിചയപ്പെടുത്താം. ആദ്യം ഞാൻ ട്രെയിൻ ജേർണി കാണിച്ചു തന്നിട്ട് ഫുഡിൻ്റെ വിശേഷങ്ങൾ പരിചയപ്പെടുത്താം. അപ്പം ആദ്യം നമുക്ക് കയറുമ്പം തന്നെ നമ്മൾ ഈവനിങ് കയറിയാണ്. നമുക്കൊരു ടീ സ്നാക്സിൻ്റെ ഒരു ബോട്ടിൽ കിട്ടിയായിരുന്നു, ഒരു പാക്കറ്റ് കിട്ടിയായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു സ്നാക്സ് ഐറ്റംസ് ഉണ്ടാവും. അതിൻ്റെ അകത്തൊരു കോഫി, മസാല ടീ കോഫി ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ആ മസാല കോഫി ടീ ഓപ്ഷൻസൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഹോട്ട് വാട്ടർ തരും. നമ്മൾ അതിനകത്ത് മിക്സ് ആക്കിയാണ് നമ്മളത് കുടിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ നമുക്ക് ട്രെയിനിൻ്റെ സ്പീഡ് നമുക്ക് ആ ഡിസ്പ്ലേ കൂടി കാണാൻ പറ്റും. ഇപ്പം 99 km/h സ്പീഡിലാണ് ഇപ്പോൾ ഈ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത സ്റ്റേഷൻ എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു ബോർഡിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അനൗൺസ്മെൻറ്റ്, നെക്സ്റ്റ് സ്റ്റേഷൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ട്രെയിനിൻ്റെ സ്പീഡ് കൂടുമ്പോൾ നമുക്ക് പക്ഷേ അത് ഫീൽ ചെയ്യില്ല. ട്രെയിൻ 100-102 കയറുമ്പോൾ നമുക്ക് അവിടെ സ്പീഡ് അവിടെ ഡിസ്പ്ലേ ആവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ട്രെയിൻ 100 km/h പോകുന്നത്. അപ്പോഴാണ് നമുക്കത് ആ ഒരു സ്പീഡ് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ നമുക്ക് സ്പീഡിൻ്റെ വേരിയേഷൻ നമുക്ക് ആ ഡിസ്പ്ലേ ബോർഡിൽ നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റേഷൻ്റെ ഇൻഫർമേഷൻ ഒരു കറക്റ്റായിട്ട് നമുക്ക് അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏത് സ്റ്റേഷനിൽ എത്താൻ പോകുന്നതെന്നുള്ള കറക്റ്റുള്ള ഇത് അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ട്രെയിൻ പോകുന്നത് വെച്ചാൽ തിരുവനന്തപുരം ആലപ്പുഴ വഴി മംഗലാപുരം പോകുന്ന ട്രെയിനാണ്. ഒരു ട്രെയിൻ കോട്ടയം വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇത് ആലപ്പുഴ വഴിയാണ് പോകുന്നത്. ശരിക്കും ആലപ്പുഴ വഴി പോകുന്ന കാഴ്ചകൾ അതിമനോഹരമാണ്. പിന്നെ നമുക്ക് ഉള്ള സ്റ്റോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, ഷൊർണൂർ, തിരൂർ, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കോഴിക്കോട്,
കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം ഇത്ര സ്റ്റോപ്സാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ട്രെയിൻ ഇപ്പോൾ കോഴിക്കോട് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ ഫുഡിൻ്റെ വിശേഷങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ട്രെയിനിൻ്റെ ഒരു ബാക്കി ഡീറ്റെയിൽസ് കാണിച്ചു തരാം. നമ്മൾ കയറുമ്പം തന്നെ നമ്മളൊരു ഫോറിൻ കൺട്രിയിലൊക്കെ പോയൊരു ഫീലാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ കാണുമ്പോൾ തന്നെ അവിടെ ആൾക്കാർ ഇവിടെ പാൻട്രിയിലും സാധനം വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്കൊരു ഫോറിൻ കൺട്രിയിലൊക്കെ പോകുന്ന ഒരു ഫീലാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോറൊക്കെ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. ഈ ഏരിയസൊക്കെ നല്ല വെൽ നീറ്റാണ്. അതുപോലെ ബാത്റൂംസൊക്കെ എടുത്ത് പറയേണ്ടതാണ്. അത്രയ്ക്ക് നീറ്റായിട്ടുള്ള ബാത്റൂംസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ശരിക്കും നമുക്കൊരു ഫോറിൻ എക്സ്പീരിയൻസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മുടെ നാട്ടിലായതുകൊണ്ട് ഈ പാൻട്രിയിലൊക്കെ ബോട്ടിൽ വെള്ളമൊക്കെ വെച്ചിട്ടാണ്. ബാത്റൂമൊക്കെ തന്നെയാണ് വെൽ എക്യുപ്ഡാണ്, ഇതാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 2 ടൈപ്പ് ടോയ്ലറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇന്ത്യനും ഫോറിനും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം എന്തുകൊണ്ടും നമുക്കൊരു ഫോറിൻ എക്സ്പീരിയൻസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള അട്രാക്ഷൻ ഇതിൻ്റെ ഈ ഒരു വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് റൊട്ടേറ്റിംഗ് സീറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മളല്ലാത്ത സീറ്റാണ് ബുക്ക് ചെയ്തത്. നമുക്ക് ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാണ്ട് നമുക്ക് ഇത് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇനി ഞാൻ കുറച്ച് നിങ്ങളെ കാഴ്ചകളിലേക്ക് കാണിച്ചു തരാം. ആലപ്പുഴ വഴി പോകുന്നതിന് നല്ല മനോഹരമായ കാഴ്ചകൾ കാണിച്ചു തരാം. കൊല്ലം ನಿಲ್ದಾಣದಿಂದ ಹತ್ತುವ ಎಲ್ಲ ಪ್ರಯಾಣಿಕರನ್ನು ಸ್ವಾಗತಿಸುತ್ತಿದೆ. അടുത്ത സ്റ്റോപ്പ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനാണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ സ്നാക്സ് ഐറ്റംസ് ആയിട്ട് കിട്ടിയത്. ഒരു സ്നാക്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് നമുക്ക് ഉഴുന്നുവട, ബോണ്ട, അത് ഡിപ്പെൻസ് ചെയ്ത് മാറിയിരിക്കും. പിന്നെ ഒരു മിക്സ്ചറിൻ്റെ പാക്കറ്റ്, മില്ലറ്റ് ലൈറ്റ് മിക്സ്ചർ പാക്കറ്റ്, പിന്നെ നമുക്കൊരു പോപ്കോണിൻ്റെ ഒരു സ്വീറ്റ് ഐറ്റം, ഇതാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് കൂടെ തന്നെ മസാല കോഫി നമുക്ക് മിക്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് സ്നാക്സ് ഐറ്റംസിൻ്റെ കൂടെ കിട്ടിയത്. ഇത് നല്ലൊരു കോമ്പിനേഷൻ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബോട്ടിൽ വെള്ളം എക്സ്ട്രാ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് മസാല ടീയുടെ പാക്കറ്റ്. ഇത് നമുക്ക് ഹോട്ട് വാട്ടർ കിട്ടും, ഹോട്ട് വാട്ടർ മിക്സ് ചെയ്ത് നമുക്ക് കുടിക്കാവുന്നതാണ്. പിന്നെ സ്നാക്സ് ഐറ്റംസ് ഡിപ്പെൻസ് ആണ്, അത് ഓരോ പാക്കറ്റിലും ഓരോ സ്നാക്സ് ഐറ്റംസ് ആണ് ഉണ്ടാവുക. പിന്നെ ഒരു മിക്സ്ചർ, ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു പോപ്കോണിൻ്റെ കാരമൽ പോപ്കോൺ, ഹിമാലയൻ സാൾട്ട് കാരമൽ പോപ്കോണിൻ്റെ ഒരു പാക്കറ്റ്, ഇതാണ് നമുക്ക് ഈ ഒരു കോമ്പിനേഷനിൽ കിട്ടുന്നത്. ഇത് കൂടാണ്ട് പിന്നെ നമ്മൾ ഡിന്നറിന് നമ്മൾ വെജാണോ നോൺ വെജാണോ ബുക്ക് ചെയ്യുന്ന കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിപ്പം ഹോട്ട് വാട്ടർ, നമുക്ക് ഹോട്ട് വാട്ടർ ഇതായിട്ട് കുടിക്കാം, അല്ലെങ്കിൽ നമുക്ക് മസാല ടീ മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഡിന്നർ ഐറ്റം വന്നു. ഞാൻ നോൺ വെജാണ് ഓർഡർ ചെയ്തത്. നോൺ വെജിൻ്റെ അകത്ത് ദാല്, ചിക്കൻ കറി, റൈസ്, 2 ചപ്പാത്തി, പിന്നെ ഒരു ചെറിയ പായസം, അതുപോലെ തന്നെ ഒരു തൈരിൻ്റെ ബോട്ടിൽ, മിൽമ സെറ്റ് കേട്, ഇത്രയാണ് ഒരു കോമ്പിനേഷൻ വരുന്നത്. എനിക്ക് എന്നാലും ഫുഡ് ഇഷ്ടപ്പെട്ടു, നമുക്ക് കുറ്റം പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. നല്ല ചിക്കൻ കറി ആയിരുന്നു. പിന്നെ ദാൽ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്തില്ല. പിന്നെ തൈരുണ്ട്, പായസമുണ്ട്, റൈസുണ്ട്, 2 ചപ്പാത്തിയുണ്ട്. ഇതാണ് നമ്മുടെ നോൺ വെജ് കോമ്പിനേഷൻ വരുന്നത്. വെജ് കോമ്പിനേഷൻ വരുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. വെജ് കോമ്പിനേഷൻ വരുന്നത് നമ്മുടെ റൈസ്, ദാല്, തൈര്, പായസം, അതുകൂടാതെ പനീറാണ്, പനീർ കറിയാണ് വരുന്നത്, പനീർ മസാല കറിയാണ് വരുന്നത്. എന്തുകൊണ്ടും നല്ലൊരു ഐറ്റം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ചിക്കന് പകരം പനീർ, വെജ് പനീറായി എന്നുള്ളൂ. നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ നമ്മുടെ കണ്ണൂർ എത്തിയിരിക്കുകയാണ്. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി യാത്ര തന്നെയാണ്. അപ്പോൾ എന്താണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക, ഫീൽ ചെയ്യുക ആ ട്രെയിൻ ജേർണി. നമ്മുടെ നാട്ടിലും ഇത്രയും മറ്റേ ഫെസിലിറ്റീസും ഇത്രയും സൗകര്യങ്ങളും ഇത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും ഇത് ഫീൽ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താണ്ടും ട്രെയിൻ യാത്ര എൻജോയ് ചെയ്യണം. അപ്പോൾ നമ്മുടെ K2K യാത്ര ഇവിടെ തീരുകയാണ്. അപ്പോൾ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. താങ്ക് യു.